നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രങ്ങൾ അടങ്ങിയ മകരം രാശിക്കാരെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ മകരം രാശിയിൽ ജനിച്ചത്? രാശിചക്രത്തിലെ 10ാമത്തെ രാശിയാണ് മകരം. 10ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ജോലിയെയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. മകരം രാശിക്കാരുടെ ജീവിത രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. മകരം ഒരു ഭൂമി തത്വരാശിയാണ്. അതോടൊപ്പം ഇതൊരു ചരരാശിയും കൂടിയാണ്. അതായത് ഭൂമിയിൽ എപ്പോഴും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ഇതിന്റെ സ്വഭാവം. ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നത് നിങ്ങളുടെ പ്രകൃതമാണ്. മകരം രാശിയുടെ അധിപൻ ശനി ഭഗവാനായതുകൊണ്ട് തന്നെ ഫലങ്ങൾ സാവധാനമേ ലഭിക്കൂ. പക്ഷേ ഫലം ലഭിച്ചു തുടങ്ങിയാൽ അത് മികച്ചതായിരിക്കും. മകരം രാശിയുടെ അധിപൻ ശനി ഭഗവാനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ ശനിയുടെ കൈകളിലാണ് എന്നർത്ഥം. ശനിയെ ജ്യോതിഷത്തിൽ കർമ്മഫലദാതാവ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അതിന് കൃത്യമായ ഫലം നൽകുന്ന ഒരു ജഡ്ജിയെ പോലെയാണ് ശനി. നിങ്ങൾ സത്യസന്ധമായി കഠിനാധ്വാനം ചെയ്താൽ ശനി നിങ്ങളെ കൈവിടില്ല. മറ്റുള്ളവരെ ചതിച്ചോ കുറുക്കു വഴികളിലൂടെയോ വിജയിക്കാൻ ശ്രമിച്ചാൽ ശനി അതിന് അനുവദിക്കില്ലെന്ന് മാത്രമല്ല, കഠിനമായ പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് കഠിനാധ്വാനം? മകരം രാശിക്കാരുടെ ജീവിതം മറ്റുള്ളവരെ അപേക്ഷിച്ച് അല്പം കടുപ്പേറിയതായിരിക്കും. എളുപ്പ വഴികളിലൂടെ ഒരു ഭാഗ്യവും നിങ്ങളെ തേടി വരില്ല. ഓരോ ചെറിയ കാര്യത്തിനും നിങ്ങൾ കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. എന്നാൽ ഈ കഠിനാധ്വാനമാണ് നിങ്ങളെ കരുത്തരാക്കുന്നത്. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് ശനി നിങ്ങൾക്ക് നൽകുന്നു. മകരം രാശിക്കാരുടെ ഏറ്റവും വലിയ പരാതിയാണ്, ഞാൻ എത്ര അധ്വാനിച്ചിട്ടും എനിക്ക് അർഹിച്ച ഫലം സമയത്തിന് കിട്ടുന്നില്ല എന്നത്. ശനി വളരെ സാവധാനം സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതിയും സാവധാനമേ ഉണ്ടാവൂ. 20കളിൽ കിട്ടേണ്ട വിജയം ചിലപ്പോൾ 30കളിലായിരിക്കും ലഭിക്കുക. പക്ഷേ ഇതിനൊരു വലിയ ഗുണമുണ്ട്. പെട്ടെന്ന് കിട്ടുന്ന വിജയം പെട്ടെന്നില്ലാതായേക്കാം. എന്നാൽ ശനി തരുന്ന വിജയം ഒരിക്കലും ഇല്ലാതാകില്ല. അത് ഉറപ്പുള്ള ഒരടിത്തറ പോലെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ശനി നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ ക്ഷമയിലൂടെയാണ്. കാര്യങ്ങൾ വൈകുമ്പോൾ മടുപ്പ് തോന്നാതെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടു പോകാൻ നിങ്ങൾ പഠിക്കണം. എപ്പോൾ നിങ്ങൾ പൂർണ്ണമായും പക്വത പ്രാപിക്കുന്നുവോ അപ്പോൾ ശനി നിങ്ങൾക്ക് രാജകീയമായ ജീവിതം സമ്മാനിക്കും. അതുകൊണ്ട് വൈകുന്നു എന്ന് കരുതി വിഷമിക്കരുത്. നിങ്ങൾക്കായി വലിയൊരു വിജയം ശനി കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നീ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ലോകം മുഴുവൻ നിന്നെ ബഹുമാനിക്കുന്ന ഒരു നിലയിലേക്ക് നിന്നെ ഞാൻ ഉയർത്തുമെന്നാണ് മകരം രാശിക്കാരോട് ശനിദേവൻ പറയുന്നത്. മകരം രാശിക്കാരുടെ സ്വഭാവത്തിൽ ശനി ഭഗവാന്റെ സ്വാധീനം വളരെ വ്യക്തമായി കാണാം. പുതിയൊരു ജോലി തുടങ്ങാനോ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കാനോ ഇവർക്ക് അല്പം മടി തോന്നും. ഇതിപ്പോൾ ചെയ്യണോ പിന്നീട് ചെയ്താൽ പോരെ എന്നൊക്കെയുള്ള ചിന്തകൾ ഇവരെ അലട്ടാറുണ്ട്. ഇത് ശനിയുടെ മന്ദഗതിയിലുള്ള സ്വഭാവം നിങ്ങളിൽ പ്രതിഫലിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഉള്ളിൽ വലിയ കഴിവുകളുണ്ടെങ്കിലും അത് പുറത്തെടുക്കാൻ പലപ്പോഴും മറ്റൊരാളുടെ പുറകിൽ നിന്നുള്ള തള്ളൽ ആവശ്യമായി വരും. ഒരു സുഹൃത്തോ വീട്ടുകാരോ നീ ഇത് ചെയ്യൂ, നിനക്കിത് സാധിക്കുമെന്ന് പറയുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം ഉണരുന്നത്. ഒരിക്കൽ ആവേശത്തിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ആർക്കും തടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണമാണിത്. തുടങ്ങാൻ മടിയുണ്ടെങ്കിലും ഒരിക്കൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ല. എത്ര കഷ്ടപ്പെട്ടാലും എത്ര സമയമെടുത്താലും ആ ജോലി നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്തും കുടുംബത്തിലും വിശ്വസ്തരായ വ്യക്തികളായി നിങ്ങൾ അറിയപ്പെടും. നിങ്ങളൊന്നും ധൃതിപ്പെട്ട് ചെയ്യില്ല. പതുക്കെയാണെങ്കിലും ചെയ്യുന്ന കാര്യം തെറ്റുകൂടാതെയും വൃത്തിയായും ചെയ്യണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. വേഗതയേക്കാൾ പ്രധാനം ഫലമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് എപ്പോഴും ഒരു പ്രത്യേക നിലവാരമുണ്ടാകും. ജീവിതത്തിൽ നമ്മൾ ഒറ്റക്കല്ല വിജയിക്കുന്നത്. കൂടെ നിൽക്കുന്നവർക്കും അതിൽ വലിയ പങ്കുണ്ട്.
മകരം രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന രാശികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇടവം, മിഥുനം, കന്നി, തുലാം, കുംഭം രാശിക്കാരുമായി നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു മാനസിക അടുപ്പമുണ്ടാകും. നിങ്ങളുടെ ചിന്തകളും അവരുടെ ചിന്തകളും തമ്മിൽ എവിടെയോ ഒരു യോജിപ്പുണ്ടാകും. എന്തുകൊണ്ട് ഇവർ മികച്ചവരാകുന്നു? മകരം ഒരു ഭൂമി തത്വരാശിയാണ്. ഇടവവും കന്നിയും ഇതേപോലെ തന്നെ പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ്. അതിനാൽ നിങ്ങൾക്ക് അവരുമായി ആശയവിനിമയം നടത്താൻ എളുപ്പമാണ്. മിഥുനവും തുലാവും കുംഭവും നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ നൽകാനും നിങ്ങളുടെ ജീവിതത്തിന് ഒരു വേഗത നൽകാനും സഹായിക്കുന്നവരാണ്. നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ മറ്റാരേക്കാളും മുൻപേ ഓടിയെത്തുന്നത് ഈ രാശിക്കാരായിരിക്കും. നിങ്ങൾക്ക് മാനസികമായ തളർച്ചയുണ്ടാകുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കാനും ശരിയായ വഴി കാണിച്ചു തരാനും ഇവർക്ക് സാധിക്കും. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഇവരുടെ സാന്നിധ്യം സഹായിക്കും. ഇത്തരം രാശിക്കാരായ സുഹൃത്തുക്കളോ ജീവിത പങ്കാളിയോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തണം. ചെറിയ പിണക്കങ്ങളുടെ പേരിൽ അവരെ അകറ്റരുത്. കാരണം നിങ്ങളുടെ വളർച്ചയിൽ നിശബ്ദമായി സഹായിക്കുന്നവരാണിവർ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നത് ഇവരിൽ ആരെങ്കിലുമായിരിക്കും. ഇനി വരുന്ന 4-5 വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ജ്യോതിഷപ്രകാരം മകരം രാശിക്കാരുടെ ജീവിതത്തിൽ 32 വയസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രായത്തിന് ശേഷമാണ് നിങ്ങളുടെ കഴിവുകൾ ലോകം തിരിച്ചറിയുന്നതും നിങ്ങൾക്ക് ശരിയായ സാമ്പത്തിക ഭദ്രത ലഭിക്കുന്നതും. ഈ കാലയളവിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭാവിയിലേക്ക് വലിയ ഗുണം ചെയ്യും. ലോകം മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ തൊഴിൽ മേഖലയിലും മാറ്റങ്ങൾ വരും. നിങ്ങളൊരു കട നടത്തുന്ന ആളാണെങ്കിൽ അത് ഓൺലൈൻ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ വളർത്താൻ നോക്കുക. മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്കും ഒരു സ്ഥലത്ത് നിൽക്കാതെ യാത്ര ചെയ്ത് ജോലി ചെയ്യുന്നവർക്കും ഈ സമയം വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. 2026 ജൂൺ 2 വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശം പരക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ ഈ സമയം സഹായിക്കും. തടസ്സപ്പെട്ടു നിന്ന വിവാഹാലോചനകൾ പെട്ടെന്ന് നടക്കുകയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് അർഹിച്ച അംഗീകാരം ലഭിക്കും. ശമ്പളം കൂടാനോ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനോ ഉള്ള ശക്തമായ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ആ ഭാഗ്യം ലഭിക്കാനും മക്കളുടെ വിവാഹം അല്ലെങ്കിൽ അവരുടെ പഠനകാര്യങ്ങളിൽ നല്ല വാർത്തകൾ കേൾക്കാനും ഈ കാലയളവ് സഹായിക്കും. നിങ്ങളുടെ മനസ്സിൽ കുറെ കാലമായി കൊണ്ടു നടക്കുന്ന പല ആഗ്രഹങ്ങളും ഈ സമയത്ത് സഫലമാകും. വീട് എന്ന സ്വപ്നം മകരം രാശിക്കാർക്ക് അല്പം വൈകിയാണ് നടക്കാറുള്ളത്. എന്നാൽ 2027 പകുതിയോടെ അതിനുള്ള വഴി തെളിയും. സ്വന്തമായി ഒരു സ്ഥലം വാങ്ങാനോ അല്ലെങ്കിൽ വീട് പണി തുടങ്ങാനോ ഉള്ള യോഗം ഈ സമയത്തുണ്ട്. തുടക്കത്തിൽ പണത്തിന് അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ലോൺ കിട്ടാൻ താമസമുണ്ടാകാം. പക്ഷേ നിങ്ങൾ പിന്മാറരുത്. കുറച്ച് പരിശ്രമിച്ചാൽ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയത്ത് നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ശനിയുടെ സ്വാധീനം കാരണം അമ്മയ്ക്ക് സന്ധിവേദന, കാൽവേദന അല്ലെങ്കിൽ നടുവേദന പോലുള്ള അസ്വസ്ഥതകൾ കൂടാൻ സാധ്യതയുണ്ട്. ജീവിതം മെച്ചപ്പെടുമ്പോഴും ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം. മകരം രാശിക്കാർക്ക് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാൻ എളുപ്പമാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി കുറയ്ക്കണം. ദഹനക്കേട്, ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായോ അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണറുമായോ അനാവശ്യമായ വാക്തർക്കങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം, പക്ഷേ അത് പറയുന്ന രീതി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കണം. നിങ്ങളുടെ പരുക്കൻ സംസാരം കാരണം നല്ല ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാൻ സാധ്യതയുണ്ട്. മകരം രാശിയുടെ അധിപൻ ശനിയായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അച്ചടക്കവും ഈശ്വരവിശ്വാസവും കൊണ്ടുവരുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഗായത്രി മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിശക്തി നൽകാനും സഹായിക്കും. ഏതൊരു കാര്യവും തുടങ്ങുന്നതിന് മുൻപ്
തടസ്സങ്ങൾ നീക്കാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. മകരം രാശിക്കാർക്ക് പലപ്പോഴും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ളതുകൊണ്ട് ഗണപതി വചനം വലിയ മാറ്റമുണ്ടാക്കും. നിങ്ങളുടെ രാശ്യാധിപനായ ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നത് പ്രധാനമാണ്. ശനിയാഴ്ചകളിൽ വൈകുന്നേരം എള്ളെണ്ണയൊഴിച്ച് വിളക്ക് കത്തിക്കുന്നതും നീലാഞ്ജന സമാഭാസം എന്ന് തുടങ്ങുന്ന ശനീശ്വര സ്തോത്രം ജപിക്കുന്നതും തൊഴിൽ മേഖലയിലെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ഈ ലളിതമായ കാര്യങ്ങൾ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കിയാൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.